ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനിയ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. സംഭവം അധ്യായം 1 എന്ന ചിത്രം ഇപ്പോൾ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ചിത്രം കണ്ടതിന് ശേഷം ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ചിത്രം കണ്ടതിന് ശേഷം അത്തരം കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. അതിനു മുന്നേ ചിത്രം നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ മാത്രം തുടർന്നുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് വരാം. ഒന്ന്, ചിത്രത്തിന്റെ തുടക്കത്തിൽ ആ പോർച്ചുഗീസുകാരി തന്റെ ഭർത്താവിനെയും കാമുകയെയും കൊന്നു കുഴിച്ചു മൂടാനായി പോകുന്ന സമയത്ത് അവർ ചെറുതായി ഞൊണ്ടുന്നതായും അവരുടെ കയ്യിൽ ഒരു മുറിപ്പാട് പറ്റിയിരിക്കുന്നതായും കാണിക്കുന്നുണ്ട്. അതിലൂടെ ഭർത്താവിനെയും കാമുകയെയും കൊന്ന സമയത്ത് അവർ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കാണിക്കുന്നുണ്ട്. 2, ചിത്രത്തിന്റെ പല ഭാഗത്തായി പല ജീവികളെ കാണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് അണലിയെ കാണിക്കുന്നുണ്ട്, അട്ടയെ കാണിക്കുന്നുണ്ട്, ഒച്ചുകളെ കാണിക്കുന്നുണ്ട്. സോ ഇതെല്ലാം പല കാലത്തിൽ അവിടെ ഉണ്ടായിരുന്നതായിരിക്കാം. എന്നിരുന്നാലും എനിക്ക് തോന്നിയത് ഇതിലെ പല ജീവികളും മനുഷ്യരെ പോലെ തന്നെ പല കാലങ്ങളിലായി ടൈം ട്രാവൽ ചെയ്ത് ടൈം ലൂപ്പിൽ പെട്ടുകിടക്കുന്നതായിട്ടും കാണിച്ചിട്ടുണ്ടാകാം. അതായത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ആ രാജാവ് 2024ലേക്ക് ടൈം ട്രാവൽ ചെയ്ത് വന്നു എന്ന് കാണിക്കുമ്പോൾ രാജാവ് മാത്രമല്ല, രാജാവിന്റെ കുതിരയും അവിടേക്ക് വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. കൂടാതെ മറ്റൊരു ടൈമിലും ഈ ഒരു കുതിര വന്നിരിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. അതായത് മനുഷ്യർ മാത്രമല്ല, ഇങ്ങനെയുള്ള മൃഗങ്ങളും ടൈം ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ മനുഷ്യർ അവിടെ ഉച്ചത്തിലുള്ള ശബ്ദം ഉണ്ടാക്കുകയും രക്തം വീഴ്ത്തുകയും ചെയ്യുന്ന സമയത്ത് അവരെല്ലാം പല ടൈമിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് പോകുന്നത് പോലെ ആ സമയത്ത് അവിടെയുള്ള ഇത്തരത്തിലുള്ള ജീവികളും ഇഴജന്തുക്കളും എല്ലാം തന്നെ പല കാലത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് പോകുന്നുണ്ടാകാം. സിനിമയിൽ മനുഷ്യർ മാത്രമാണ് ടൈം ട്രാവൽ ചെയ്യുന്നത് എന്ന് എടുത്ത് പറയുന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ പോർച്ചുഗീസുകാരിയുടെ മറ്റും കഥ കാണിക്കുന്ന സമയത്ത് അവിടെ കാണിച്ചു പോയ ആ അണലി തന്നെയാകാം ടൈം ലൂപ്പിൽപ്പെട്ട് ആനന്ദിന്റെയും മറ്റും കഥ കാണിക്കുന്ന സമയത്ത് അവിടെയും ഉള്ളതായി കാണിച്ചു പോയത്. ആ പോർച്ചുഗീസുകാരിയുടെ കഥ കാണിക്കുന്ന സമയത്ത് അവിടെ കുറച്ച് പ്രായമായിട്ടുള്ള ഒരാൾ അവിടെ എന്തോ കുഴപ്പമുണ്ട് എന്നുള്ള രീതിയിൽ പോർച്ചുഗീസുകാരിയെ വാൺ ചെയ്യുന്നുണ്ട്. വർഷങ്ങൾക്കിപ്പുറം സ്റ്റീഫൻ ജോർജിന്റെയും മറ്റും കഥ കാണിക്കുന്ന സമയത്ത് ഇതേപോലെയുള്ളൊരു കാര്യം സ്റ്റീഫനോട് പറയുന്നതും സെയിം ആക്ടർ തന്നെയാണെന്ന് കാണാം. എന്നാൽ അത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള അയാൾ ഇങ്ങോട്ടേക്ക് ടൈം ട്രാവൽ ചെയ്ത് വന്നതാകാൻ ഒരിക്കലും സാധ്യതയില്ല. കാരണം അങ്ങനെയായിരുന്നെങ്കിൽ പണ്ട് അയാൾ ആ ടൈം ലൂപ്പിൽ നിന്ന് പുറത്തു കടക്കുകയും ഇത്രയും വർഷങ്ങളോളം ജീവിച്ചു വരികയും പിന്നീട് പോലീസ് ചേരുകയും സ്റ്റീഫൻ ജോർജിനോടൊപ്പം അതേ കാട്ടിലേക്ക് തന്നെ വീണ്ടും വരേണ്ടതുമാണ്. അങ്ങനെയാകാൻ സാധ്യതയില്ല. പകരം വർഷങ്ങൾക്ക് മുന്നേ പോർച്ചുഗീസുകാരിയുടെ കൂടെ ഉണ്ടായിരുന്ന അയാളുടെ പരമ്പരയിലുള്ള ആരെങ്കിലും ആയിരിക്കാം ഇത്. അതായത് അന്ന് പോർച്ചുഗീസുകാരിയുടെ കൂടെ ഇയാൾ ആ ലൂപ്പിൽ പെട്ടു പോയിട്ടുണ്ടെങ്കിലും അയാളുടെ ഭാര്യയും മക്കളുമെല്ലാം പുറം ലോകത്ത് ഉള്ളത് കൊണ്ട് അങ്ങനെ ആ മക്കളെല്ലാം വളരുകയും അവർക്ക് മക്കളുണ്ടാകുകയും എല്ലാം ചെയ്യുകയും അങ്ങനെ നൂറ്റാണ്ടുകൾക്കിപ്പുറം പണ്ട് കാട്ടിൽ പെട്ടുപോയിട്ടുള്ള അയാളുടെ മുഖസാദൃശ്യമുള്ള അയാളുടെ പരമ്പരയിൽപ്പെട്ട ആരെങ്കിലും തന്നെ വീണ്ടും കാട്ടിലേക്ക് എത്തപ്പെടുന്നതായിട്ടായിരിക്കാം കാണിച്ചിരിക്കുന്നത്. കൂടാതെ അതിലൂടെ ഒരേ മുഖമുള്ള 2 ആളുകൾ തന്നെ മേലുദ്യോഗസ്ഥരോട് ആ ഒരു സംഭവത്തെപ്പറ്റി വാൺ ചെയ്യുന്നതായി സംവിധായകന് കാണിക്കാനും സാധിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥ് പോർച്ചുഗീസുകാരനായിട്ടുള്ള ആ രാജാവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണെന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും സിദ്ധാർത്ഥിനെ കാണിക്കുന്ന സമയത്ത് അയാൾ പുതിയ കാലഘട്ടത്തിലുള്ള ഒരു പോലീസുകാരന്റെയോ അല്ലെങ്കിൽ ഒരു കാട്ടിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെയോ മറ്റോ വേഷമിടുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ ഒരുപക്ഷെ ആ കാട്ടിൽ ഒരുപാട് പോലീസുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമെല്ലാം പെട്ടുപോയിട്ടുള്ളതും അവരിൽ പലരും മരിച്ചു പോയിട്ടുള്ളതുമാണ്. സോ ഇങ്ങനെ നൂറ്റാണ്ടുകളായി ആ കാട്ടിൽ പെട്ടുപോയിരിക്കുന്ന സിദ്ധാർത്ഥ് അങ്ങനെ മരിച്ചു പോയിട്ടുള്ള ആരുടെ വേഷമായിരുന്നിരിക്കാം പിന്നീട് എടുത്ത് ധരിച്ചിരിക്കുന്നതായി കാണിച്ചത്. ഈ സിനിമയിൽ കാക്കയെ ഒരു ദൈവത്തെ പോലെയാണ് കാണിച്ചിരിക്കുന്നത്. പല കാലങ്ങളിലായി ഈ കാക്ക പ്രപഞ്ചത്തെ നോക്കി കാണുന്നതായിട്ടെല്ലാം ചിത്രത്തിന്റെ തുടക്കത്തിൽ ആ ഗ്രാഫിക്സിലൂടെ കാണിച്ചിട്ടുണ്ട്. കൂടാതെ ആ ഗ്രാഫിക്സിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് ഹനുമാൻ ലങ്കയിലേക്ക് ചാടുന്നത് കാണാം. സോ ഇത് കണ്ട സമയത്ത് ഈ ഗ്രാഫിക്സിൽ കാണിച്ചിരിക്കുന്ന പല കാര്യങ്ങളും രാമായണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കാം. അതായത് ആ ഗ്രാഫിക്സിന്റെ ഇടയ്ക്ക് ഒരു ഭാഗത്ത് ഒരു മാനിനെ കാണിക്കുന്നുണ്ട്, പിന്നീട് ആ മാൻ ഒരു അമ്പേറ്റ് മരണപ്പെട്ട് കിടക്കുന്നതായി കാണിക്കുന്നുണ്ട്, ഒരു പരുന്തിനെ കാണിക്കുന്നുണ്ട്, ഒരു കഴുകനെ കാണിക്കുന്നുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഹനുമാൻ ലങ്കയിലേക്ക് ചാടുന്നതായി കാണിച്ചിട്ടുണ്ട്, ഒരു കൊട്ടാരം തീ പിടിച്ച് നശിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. സോ ഈ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ കാണിച്ചിരിക്കുന്ന പരുന്തെന്ന് പറയുന്നത് ഗരുഡനാകാനാണ് സാധ്യതയുള്ളത്. അതായത് ആ ഗ്രാഫിക്സിൽ ഒരു യുദ്ധത്തിന്റെ ചിത്രം കാണിക്കുന്നുണ്ട്. ആ സമയം അവിടെയുള്ള കൊടിയിലായി പാമ്പിന്റെ രൂപം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്ന ആൾ മിക്കവാറും രാവണന്റെ മകനായിട്ടുള്ള ഇന്ദ്രജിത്ത് ആകാനാണ് സാധ്യതയുള്ളത്. അതായത് ഇന്ദ്രജിത്ത് നാഗാസ്ത്രം പ്രയോഗിച്ചുകൊണ്ട് രാമനെയും ലക്ഷ്മണനെയും തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ആ സമയം ഗരുഡൻ വന്നുകൊണ്ട് ആ നാഗങ്ങളെല്ലാം ഓടിച്ചുവെന്നാണ് പറയുന്നത്.
അതായത് ഈ നാഗത്തിന്റെ കൊടിവെച്ചുള്ള യുദ്ധത്തിനിടയിൽ കാണിച്ചിരിക്കുന്നത് ഇന്ദ്രിയത്താണെന്നും അയാൾ നാഗാസ്ത്രം പ്രയോഗിച്ചിരിക്കുകയാണെന്നും ആ സമയത്ത് കാക്ക ഗരുഡനെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണെന്നുമാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന മാൻ എന്ന് പറയുന്നത് മാരീചനാകാൻ സാധ്യതയുണ്ട്. മാരീചൻ മാനിന്റെ വേഷത്തിൽ വന്നുവെന്നും ആ സമയം സീത ആ മാനിനെ പിടിക്കാനായി രാമനോട് പറഞ്ഞുവെന്നും രാമൻ ചെന്നുകൊണ്ട് ആ മാനിനെ അമ്പെയ്ത് കൊന്നുമെന്നുമാണ് പറയുന്നത്. ആ കാര്യങ്ങളും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു കഴുകനെ കാണിക്കുന്നുണ്ട്. ഈ കഴുകൻ എന്ന് പറയുന്നത് ഗരുഡന്റെ മകനായിട്ടുള്ള ജഡായു ആകാനാണ് സാധ്യതയുള്ളത്. ജഡായുവിനെ പരുന്തായിട്ടും കഴുകനായിട്ടുമെല്ലാം പല ചിത്രങ്ങളിലൂടെ കാണിച്ചിട്ടുണ്ട്. സോ മാനായി വന്ന മാരീചനെ രാമൻ കൊന്നതിന് ശേഷമാണ് രാവണൻ വന്നുകൊണ്ട് സീതയെ തട്ടിക്കൊണ്ടുപോകുന്നതും ആ സമയം ജഡായു സീതയെ രക്ഷിക്കാനായി രാവണന്റെ അടുത്തേക്ക് ചെല്ലുന്നതും വെട്ടേറ്റ് വീഴുന്നതും. അതുപോലെ തന്നെ ഇവിടെ മാനായി വന്നിരിക്കുന്ന മാരീചനെ രാമൻ അമ്പെയ്ത് വീഴ്ത്തിയിരിക്കുന്നതായി കാണിക്കുകയും പെട്ടെന്ന് സീതയെ രക്ഷിക്കാനായി ജഡായുവിനെ കാക്ക പറഞ്ഞയക്കുന്നതുമായിട്ടാണ് ഇവിടെ ഗ്രാഫിക്സിൽ കാണിക്കുന്നത്. ഇതിനുശേഷമാണ് ലങ്കയിലേക്ക് ഹനുമാൻ ചാടുന്നതായിട്ടും ഒരു കൊട്ടാരത്തിന് തീയിട്ടിരിക്കുന്നതായിട്ടും കാണിച്ചിരിക്കുന്നത്. അതായത് ലങ്കയിൽ എത്തിയതിനു ശേഷം ഹനുമാൻ ലങ്കയ്ക്ക് തീ വെച്ചിരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെ രാമായണത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം തന്നെ ആ ഒരു ഗ്രാഫിക്സിലൂടെ കാണിക്കുകയും ഈ സംഭവങ്ങളെല്ലാം തന്നെ കാക്കദൈവം കാണുന്നതായിട്ട് അല്ലെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് തന്നെ ഗരുഡനെയും ജഡായുവിനെയും എല്ലാം പറഞ്ഞയക്കുന്നതിൽ കാക്കദൈവത്തിന് പങ്കുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. കൂടാതെ രാമായണത്തിന്റെ കഥയും ഇവിടെ കാണിച്ചിരിക്കുന്ന ആ പോർച്ചുഗീസുകാരനായിട്ടുള്ള രാജാവിന്റെ കഥയും തമ്മിൽ ചില സാമ്യങ്ങളുമുണ്ട്. അതായത് രണ്ടുപേരും മറ്റൊരു രാജ്യത്ത് നിന്നും കടൽ കടന്നുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതായി കാണിച്ചത്. അതിൽ രാവണൻ ക്രൂരനായിട്ടുള്ള രാക്ഷസനായിട്ട് വരുന്ന സമയത്ത് രാജാവിനെ ദൈവവിശ്വാസമില്ലാത്ത ഒരാളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. രാവണൻ പല ദേവന്മാരെയുമെല്ലാം ആക്രമിച്ചിട്ടുണ്ട് എന്ന് കാണിക്കുമ്പോൾ ഈ രാജാവ് അമ്പലങ്ങളും ദൈവങ്ങളെയുമെല്ലാം നിന്ദിക്കുന്നതായിട്ട് അവരെയെല്ലാം ഉപദ്രവിക്കുന്നതായിട്ടും അമ്പലങ്ങൾ നശിപ്പിക്കുന്നതായിട്ടും കാണിക്കുന്നു. കൂടാതെ രാവണൻ വന്നിരിക്കുന്നത് ഭൂമി ദേവിയുടെ മകളായിട്ടുള്ള സീതയെ തട്ടിക്കൊണ്ടുപോകാനായിട്ടാണ്. ഇതുപോലെ രാജാവ് ഇവിടെ വന്ന് ചെയ്യുന്നതാകട്ടെ ഭൂമിയുമായി ബന്ധപ്പെട്ട കാടിന്റെ അകത്തുള്ള ഒരു ദൈവത്തെ ഇവിടെ നിന്നും കൊണ്ടുപോകാനായിട്ടാണ്. സോ ഇങ്ങനെ ആ രാമായണത്തിലെ രാവണന്റെ കാര്യവും ഈ രാജാവിന്റെ കാര്യവും ഏകദേശം കണക്ട് ചെയ്ത് തന്നെയാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു ഡൗട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ആനന്ദിന്റെ കഥ കാണിക്കുന്നത് 2024 മറ്റോ ആണ്. അതിനും വർഷങ്ങൾക്ക് ശേഷമാണ് ആനന്ദിന്റെ മകളായിട്ടുള്ള ക്യാരക്ടർ റെജിയെ വെടിവെച്ച് കൊല്ലുന്നത്. അതായത് ആ കഥ നടക്കേണ്ടത് ഒരു 2054 ഒരു 2044 മറ്റോ ആണ്. സോ ആ സമയം ടൈം ട്രാവൽ ചെയ്ത് ആനന്ദിന്റെ മകളുള്ള ആ കാലഘട്ടത്തിലേക്ക് എത്തുന്ന റെജി വെടിയേറ്റ് വീഴുകയും എന്നാൽ പിന്നീട് ആ ബോഡി ഇവർക്ക് കിട്ടുന്നത് വീണ്ടും 2024 നിന്നാണെന്നാണ് കാണിക്കുന്നത്. സോ വെടിയേറ്റ് വീണത് 2044 2050 ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ് ആ ബോഡി വീണ്ടും 2024 എത്തുന്നത്? ഇതിന് കാരണം വെടിയേറ്റതിന് ശേഷം മരണപ്പെടുന്നതിന് മുന്നേ തന്നെ റെജി ടൈം ട്രാവൽ ചെയ്ത് 2024 എത്തിയിരിക്കാം. അതായത് വെടിയേറ്റ് ഉടനെ തന്നെ റെജി മരണപ്പെടുകയല്ല, വെടിയേറ്റതിന് ശേഷം ടൈം ട്രാവൽ ചെയ്ത് 2024 എത്തിയതിനു ശേഷം മാത്രമാണ് റെജി മരണപ്പെടുന്നത്. അതുകൊണ്ടാണ് 2024 തന്നെ റെജിയുടെ ബോഡി അഴുകിയിട്ടുള്ള അവസ്ഥയിൽ ഇവർക്ക് കിട്ടുന്നത്. അതേപോലെ അശോകൻ എന്ന ആ ക്യാരക്ടർ മരണപ്പെടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടില്ല. പക്ഷെ അയാൾ മരണപ്പെട്ട് കിടക്കുന്നത് ആനന്ദ് കാണുന്ന സമയത്ത് അശോകന്റെ കഴുത്തിൽ ഒരു ചുവന്ന പാട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ അവിടെയുള്ള കുറ്റവാളികൾ ആനന്ദിനെയും അതേപോലെ കഴുത്ത് മുറുക്കി കൊല്ലാൻ ശ്രമിക്കുന്നതായും കാണാം. സോ ടൈം ട്രാവൽ ചെയ്ത് പഴയ ആ സ്റ്റീഫൻ ജോർജിന്റെയും ഈ കുറ്റവാളികളുടെയും കാലഘട്ടത്തിലേക്ക് എത്തുന്ന അശോകനെ തങ്ങളെ പിടിക്കാൻ വന്ന പോലീസുകാരനാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ കുറ്റവാളികൾ ആ മരത്തിൽ ബന്ധിച്ചുകൊണ്ട് കഴുത്തിൽ മുറുക്കി കൊന്നതായിരിക്കാം. മറ്റൊന്ന്, ആനന്ദ് ആദ്യമായി ടൈം ട്രാവൽ ചെയ്ത് ആ പോർച്ചുഗീസുകാരിയുടെ സ്ഥലത്തെത്തുമ്പോൾ കണ്ണു തുറക്കുന്ന ആനന്ദ് തന്റെ മുന്നിലുള്ള ഒരു സ്ഥലത്ത് കുറെ കാൽപ്പാടുകൾ കാണുന്നുണ്ട്. ഇത് ആനന്ദ് ആ എത്തി നിൽക്കുന്നത് പോർച്ചുഗീസുകാരി തന്റെ ഭർത്താവിന്റെ കാമുകയെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുള്ള ആ സ്ഥലത്താണ്. അതിനു മുകളിലൂടെ ആ ആളുകൾ നടന്നു പോയിട്ടുള്ള കാൽപ്പാടുകളാണ് ആനന്ദ് കാണുന്നത്. കൂടാതെ ഇതിനുശേഷം പോർച്ചുഗീസുകാരിയുടെ മുന്നിലേക്ക് ആനന്ദ് എത്തപ്പെടുകയും പെട്ടെന്ന് തലയില്ലാത്ത ഒരു സായിപ്പിന്റെ രൂപം വന്നുകൊണ്ട് ആനന്ദിനെ തൊടുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. സോ തലയില്ലാതെ ഇയാൾ എങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് ഒരു ഉത്തരമില്ല. ഒരുപക്ഷെ തല വെട്ടി മാറ്റപ്പെട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ അയാൾ ആനന്ദിനെ തൊടുന്നതായിട്ടായിരിക്കാം കാണിച്ചിരിക്കുന്നത്. അതായത് ആനന്ദിനെ തൊട്ടതിന് ശേഷം ഉടൻ തന്നെ അയാൾ താഴേക്ക് വീണു പോയിരിക്കാം. ഇനി അതല്ലെങ്കിൽ എനിക്ക് തോന്നിയത് ആ സമയം തലയില്ലാത്ത രൂപം അവിടെ ഉണ്ടെങ്കിലും പോർച്ചുഗീസുകാരി ആനന്ദിനോട് മാത്രമാണ് ഹു ആർ യു എന്ന് ചോദിക്കുന്നത്.
അല്ലെങ്കിൽ ആ തലയില്ലാത്ത രൂപം കണ്ടുകൊണ്ട് ഞെട്ടുന്നതായിട്ടോ തലയില്ലാത്ത രൂപം ആനന്ദിനെ തൊടുന്നത് കണ്ടുകൊണ്ട് ഞെട്ടുന്നതായിട്ടോ ഒന്നും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയത് ആനന്ദിന് ആ തലയില്ലാത്ത രൂപം അവിടെ ഉള്ളതായിട്ടും തന്നെ തൊടുന്നതായിട്ടും ഒരുപക്ഷെ തോന്നിയതായിരിക്കാം. കാരണം അശോകൻ എന്ന ക്യാരക്ടർ ഈ കഥ ആനന്ദിനോട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആനന്ദ് പേടിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. സോ ആനന്ദ് ടൈം ട്രാവൽ ചെയ്ത് ഈ പോർച്ചുഗീസുകാരിയുടെ മുന്നിൽ എത്തുന്ന സമയത്ത് ആ പേടിയോടെ പോർച്ചുഗീസുകാരിയെ കണ്ടുകൊണ്ട് സായിപ്പിന്റെ കാര്യവും മറ്റും മനസ്സിലേക്ക് വരികയും പെട്ടെന്ന് തന്റെ പുറകിൽ ആ ഒരു തലയില്ലാത്ത രൂപം വന്ന് നിൽക്കുന്നതായി ആനന്ദിന് തോന്നിയതാകാം. അതുകൊണ്ടായിരിക്കാം ആ രൂപത്തെ ആനന്ദ് മാത്രം കാണുന്ന രീതിയിൽ കാണിച്ചത്. ഇനി ഈ സിനിമയുടെ ബേസിക് സ്റ്റോറി, ഈ സിനിമയുടെ കഥ മുഴുവനായി ഒന്ന് ടൈം ലൈൻ അനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു പോകാം. അതായത് ഈ കാക്കദൈവത്തെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ തൊട്ടുകൊണ്ട് ആ കാട്ടിലുള്ള ഗോത്രവർഗ്ഗക്കാർ ആരാധിച്ചു വരികയാണ്. കാക്കദൈവത്തെ അവർ ആരാധിച്ചു വരികയും അതിന് വലം വെക്കുകയും തങ്ങൾക്ക് നല്ല കാലം വരുന്നതിന് വേണ്ടി വലം വെക്കുകയും കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുകയും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ആ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് നല്ല ഗുണങ്ങളും ശക്തിയുമെല്ലാം കിട്ടുമെന്നും അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് പോർച്ചുഗീസുകാരനായിട്ടുള്ള ഒരു നാസ്തികനായിട്ടുള്ള രാജാവ് അവിടേക്ക് വരുന്നത്. അയാൾ കേരളത്തിലേക്ക് എത്തുകയും അവിടെ ഉണ്ടായിരുന്ന എല്ലാ അമ്പലങ്ങളും നശിപ്പിക്കുകയും അവിടെയുള്ള വിഗ്രഹങ്ങളെല്ലാം തന്റെ നാട്ടിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്നു. ഈ സമയം ഈ ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ ജീവിച്ചു വന്ന സിദ്ധാർത്ഥ് ആ കാക്കദൈവത്തെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം രാജാവിന് ഒറ്റിക്കൊടുക്കുകയും രാജാവ് തന്റെ പരിവാരങ്ങളുമായി വന്നുകൊണ്ട് കാക്കദൈവത്തെ അവിടെ നിന്നും കൊണ്ടുപോകാനായി ശ്രമിക്കുകയും എന്നാൽ അതിന് കഴിയാതെ വരുന്ന സമയത്ത് ആ വിഗ്രഹം ഒന്ന് അനക്കാൻ പോലും കഴിയാതെ വരുന്ന സമയത്ത് ആ കോപത്തിൽ കാക്കദൈവത്തെ ആരാധിച്ചിരുന്ന എല്ലാ ജനങ്ങളെയും കൊല്ലുകയും കാക്കകളെ ചുട്ടരിക്കുകയും ചെയ്യുന്നു. സോ തന്നെ ആരാധിച്ചു വന്നിരുന്ന ജനങ്ങളെ ഇങ്ങനെ ക്രൂരമായി കൊല്ലുകയും അവരുടെ രക്തം ആ മണ്ണിൽ വീഴ്ത്തുകയും അവരുടെ നിലവിളി അവിടെ ഉണ്ടാകുകയും ചെയ്യുന്ന സമയത്ത് അന്ന് മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അവരെല്ലാം ടൈം ലൂപ്പിൽ പെട്ടുപോകട്ടെ എന്നുള്ള രീതിയിൽ ആ കാക്കദൈവം ശപിക്കുകയും ചെയ്യുന്നു. സോ ആ രാജാവിന്റെ കാലം മുതൽ ആ രാജാവും പരിവാരങ്ങളും സിദ്ധാർത്ഥും ഇങ്ങനെ ആ ഒരു ലൂപ്പിൽ പെട്ട് കിടക്കുകയാണ്. പിന്നീട് കാലങ്ങളായി അതിനുശേഷം ഇങ്ങനെയെല്ലാം ആരെല്ലാം ചെയ്തിട്ടുണ്ടോ അവരെല്ലാം ഈ ലൂപ്പിൽ പെട്ടുപോവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ് ഈ ലൂപ്പിൽ നിന്നും മറ്റാരെങ്കിലും രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിയിൽ ആ വിഗ്രഹത്തെ വലം വെച്ചാൽ രക്ഷപ്പെടാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ മരത്തിലെല്ലാം ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കൊത്തിവെക്കുന്നു. കാരണം ആ വിഗ്രഹത്തെ അന്നത്തെ ജനങ്ങൾ വലം വെച്ചുകൊണ്ടിരുന്നത് നല്ല കാലം വരുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഗ്രഹത്തെ വലം വെക്കുകയാണെങ്കിൽ അവർക്ക് നല്ല കാലം വരികയും അവർക്ക് അവിടെ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുകയും ചെയ്യും. കൂടാതെ ആ വിഗ്രഹത്തെ വലം വെക്കാതെ പുറത്തു കടക്കാൻ വേണ്ടി നേർരേഖയിലാണ് അവർ സഞ്ചരിക്കുന്നതെങ്കിൽ സത്യത്തിൽ അവർ ആ വിഗ്രഹത്തെ വലം വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് എങ്ങനെയെല്ലാം നേർരേഖയിൽ സഞ്ചരിച്ചാലും അവർ വിഗ്രഹത്തിന്റെ അടുത്ത് തന്നെ എത്തുന്നത്. സോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വിഗ്രഹത്തെ വലം വെക്കുകയാണെങ്കിൽ അവർ നേർരേഖയിൽ സഞ്ചരിക്കുകയും അവർക്ക് പുറത്തു കടക്കാൻ സാധിക്കുകയും ചെയ്യും. സോ ഈ കാര്യങ്ങൾ മറ്റാരെങ്കിലും എല്ലാം മനസ്സിലാക്കിക്കൊള്ളട്ടെ, അവർ രക്ഷപ്പെട്ടുകൊള്ളട്ടെ എന്നുള്ള അടിസ്ഥാനത്തിൽ സിദ്ധാർത്ഥ് ഈ കാര്യങ്ങൾ മരത്തിൽ കൊത്തിവെക്കുന്നു. വർഷങ്ങൾ കടന്നു പോകുന്നു, പലരും ഈ ഒരു ലൂപ്പിൽ പെട്ടുപോകുന്നു. ആ പോർച്ചുഗീസുകാരെയും മറ്റും അതിൽ പെട്ടുപോകുന്നു. വർഷങ്ങൾ കടന്നു പോകുന്നു. റെജിയുടെ പെങ്ങളും മറ്റും അതിൽ പെടുന്നു. ആ സമയത്ത് തന്നെ സ്റ്റീഫൻ ജോർജും പീറ്ററും എല്ലാം അതിൽ പെടുന്നു. ഇതിൽ നിന്നും റെജിയും പീറ്ററും എങ്ങനെയോ പുറത്തു കടക്കുന്നു. മിക്കവാറും മരത്തിലുള്ള ആ വളയങ്ങളുടെ ചിത്രങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാകാം ഇവർ അതിനെ വലം വെച്ചുകൊണ്ട് അവിടെ നിന്ന് പുറത്തു കടന്നത്. പീറ്ററിന് ഈ കാര്യങ്ങൾ ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് പീറ്റർ ആക്സിഡന്റ് പറ്റി റോഡിൽ കിടക്കുന്ന സമയത്ത് കൈകൊണ്ട് ആ വലയങ്ങളുടെ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. എന്നാൽ അത് പുറത്ത് പറയുന്നതിന് മുന്നേ തന്നെ അയാൾ മരണപ്പെടുകയാണ്. റെജിയും ഇങ്ങനെ തന്നെയായിരിക്കാം കുട്ടിക്കാലത്ത് രക്ഷപ്പെട്ടിട്ടുണ്ടാവുക. എന്നാൽ കുട്ടിയായിരുന്നതുകൊണ്ട് മുതിർന്നതിന് ശേഷം റെജി ഈ കാര്യങ്ങളെപ്പറ്റി മറന്നു പോയിരിക്കാം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നല്ല രീതിയിൽ അയാൾക്ക് ഓർമ്മയില്ലായിരിക്കാം. എങ്ങനെയാണെങ്കിലും പീറ്ററും റെജിയും അവിടെ നിന്നും പുറത്തു കടന്നിട്ടുണ്ട്. പിന്നീടും വർഷങ്ങൾ കടന്നു പോകുന്നു. കുട്ടിയായിട്ടുള്ള റെജി വളർന്ന് വലുതാകുന്നു. അന്ന് പെട്ടുപോയിട്ടുള്ള സ്റ്റീഫൻ ജോർജിന്റെ മകനായിട്ടുള്ള ആനന്ദും വളർന്ന് വലുതാകുന്നു. അങ്ങനെ പ്രസന്റിലേക്ക് കഥ എത്തുന്നു. 2024 എത്തുന്നു. ഇവരും ആ കാട്ടിലേക്ക് എത്തപ്പെടുന്നു. അതിൽ പെട്ടുപോകുന്നു. അങ്ങനെ ആനന്ദ് പല ടൈം ലൈനുകളിലായി സഞ്ചരിക്കുകയും ഈ കാര്യങ്ങളെല്ലാം കാണുകയും ഇതിനിടയിൽ സിദ്ധാർത്ഥിനെ കാണുകയും ആരെങ്കിലും ആ കാട്ടിൽ രക്തം വീഴ്ത്തുകയും ഉച്ചത്തിലുള്ള ശബ്ദം ഉണ്ടാവുകയുമാണെങ്കിൽ ലൂപ്പിൽ പെട്ടുപോകും എന്ന കാര്യം മനസ്സിലാക്കുകയും അതിനുശേഷം തന്റെ അച്ഛനായിട്ടുള്ള സ്റ്റീഫൻ ജോർജിനെയും മറ്റ് പോലീസുകാരെയും കണ്ടെത്തുകയും അവരോട് വലിയ ശബ്ദമുണ്ടാക്കരുതെന്നും രക്തം വീഴ്ത്തരുതെന്നും പറയുകയും അവരെ കൊണ്ട് പുറത്തു കടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ പല രീതിയിൽ നേർരേഖയിൽ സഞ്ചരിച്ചിട്ടും ആനന്ദിനും കൂട്ടർക്കും പുറത്തു കടക്കാൻ കഴിയാതെ വരികയും ആ സമയം മുകളിലേക്ക് നോക്കുന്ന ആനന്ദ് പരുന്തുകൾ വലം വെക്കുന്നതായിട്ട് കാണുകയും ഈ സമയം നേരത്തെ സിദ്ധാർത്ഥ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ആ മരത്തിലെ ചിത്രങ്ങളും വെച്ചുകൊണ്ട്
വിഗ്രഹത്തെ വലം വെക്കാനായി ഇവർ തീരുമാനിക്കുകയും അങ്ങനെ തീരുമാനിച്ച് ഇവർ പുറത്തെത്തുകയും ചെയ്യുന്നു. എന്നാൽ പുറത്തെത്തുന്ന സമയത്ത് അത് 1994 ആണെന്ന് ആനന്ദ് മനസ്സിലാക്കുന്നു. സ്റ്റീഫൻ ജോർജും പീറ്ററുമെല്ലാം ആ ലൂപ്പിൽ പെട്ടുപോയത്, ആ കാട്ടിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളത് 1994 ആയതുകൊണ്ട് അവർ പുറത്തു വരുന്നത് ആ വർഷം തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ 1994 സ്റ്റീഫൻ ജോർജിന് ആനന്ദ് ജനിച്ചിട്ടേ ഉള്ളൂ. സോ ആ സമയം തന്നെ ആനന്ദും ഇവരുടെ കൂടെ ചെല്ലുകയാണെങ്കിൽ ഒരേ സമയം 2 ആനന്ദ് പുറത്ത് ഒരു കാലഘട്ടത്തിൽ വരേണ്ടതാണ്. അതായത് 1 വയസ്സ് പോലും തികയാത്ത ആനന്ദും 30 വയസ്സുള്ള ആനന്ദും ഒരേ സമയം തന്നെ ഒരേ ടൈം ലൈനിൽ ജീവിക്കണം. ഇതുകൊണ്ടാണ് തനിക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദ് തിരിച്ചു പോകുന്നത്. ഇനി തിരിച്ചു പോയതിനു ശേഷം ആനന്ദ് സ്വയം വെടിവെച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആനന്ദ് അവിടെ നിന്നും വീണ്ടും ഇങ്ങനെ രക്തം വീഴ്ത്തുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്തുകൊണ്ട് 2024 ടൈം ലൈനിൽ എത്തി അവിടെ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചു എന്ന് കരുതുക. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. കാരണം 1994 സ്റ്റീഫൻ ജോർജ് പുറത്ത് കടന്നു കഴിഞ്ഞു. ആ സമയം അയാൾക്ക് മകൻ ജനിച്ചിട്ടുമുണ്ട്. സോ 2024 എത്തുന്ന സമയത്ത് അന്ന് കുട്ടിയായിരുന്ന ആനന്ദ് വളർന്നു വലുതായി 30 വയസ്സുള്ള ആനന്ദ് ആകേണ്ടതാണ്. ആ സമയത്ത് 2024 ഇപ്പോൾ ലൂപ്പിൽപ്പെട്ടിട്ടുള്ള ആനന്ദ് പുറത്തേക്ക് വരികയാണെങ്കിൽ ഒരേ സമയം 30 വയസ്സുള്ള 2 ആനന്ദ് വരും. സോ ഈ കാര്യം ആനന്ദിന് അറിയാവുന്നത് കൊണ്ടാണ് പ്രസന്റിൽ അവിടെ പെട്ടുപോയിട്ടുള്ള ആനന്ദ് സ്വയം വെടിവെച്ച് മരിക്കുന്നത്. അങ്ങനെ സ്വയം വെടിവെച്ച് മരിച്ചതിന് ശേഷം 1994 ആനന്ദ് വളർന്ന് വലുതാവുന്നു. 2024 എത്തുന്നു. അയാൾ തൻ്റെ അച്ഛനോടൊപ്പം ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് ഞെട്ടി ഉണരുന്നു. സോ ഈ ആനന്ദ് ഇവിടെ ഇരിക്കാനും തൊട്ടടുത്ത് ആനന്ദിൻ്റെ അച്ഛൻ ഇരിക്കാനും കാരണമായത് 2024 ആ പഴയ ആനന്ദ് ലൂപ്പിൽ പെട്ടുപോയതും അതിലൂടെ തൻ്റെ അച്ഛനെ രക്ഷിച്ചതും എല്ലാമാണ്. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലിരുന്ന ഈ ആനന്ദിന് ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് ഓർമ്മ വരുന്നതായും അയാൾ ഞെട്ടി ഉണർന്നതായും കാണിച്ചത്. അതിനുശേഷം ആനന്ദിന് ഒരു കുട്ടി ജനിക്കുന്നു, ഒരു പെൺകുട്ടി ജനിക്കുന്നു. അയാൾ പുതിയ സ്റ്റേഷനിലേക്ക് ചാർജ് എടുക്കാനായി ചെല്ലുന്നു. ആ സമയത്ത് അശോകനെ കാണുന്നു. അശോകൻ ഓൾറെഡി തന്നെ മരിച്ചു പോയതാണല്ലോ, പിന്നെ എങ്ങനെ വന്നു എന്നുള്ളൊരു സംശയം അയാൾക്കുണ്ടാകുന്നു. കാരണം അശോകൻ പുറത്തു വന്നതായിട്ടുള്ള കാര്യം ആനന്ദിന് അറിയുകയില്ല. അതിനുശേഷം വണ്ടി മുന്നോട്ട് പോകുന്ന സമയത്ത് താൻ പണ്ട് കണ്ടതുപോലെയുള്ള മാനിനെ കാണുന്നു, മാന്റെ ചിത്രം കാണുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ മുന്നേ നടന്നിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണോ എന്നുള്ള സംശയം ആനന്ദിന് വരികയും പെട്ടെന്ന് പണ്ട് പീറ്റർ വണ്ടിക്ക് മുന്നിൽ ചാടിയതുപോലെ ആരോ വണ്ടിക്ക് മുന്നിലേക്ക് ചാടുകയും ചെയ്യുന്നു. ഈ സമയം ചെന്ന് നോക്കുമ്പോൾ അതൊരു പെൺകുട്ടിയാണ്. ആദ്യം കാണിക്കുന്ന റെജിയെ വെടിവെച്ചിട്ടിരിക്കുന്ന പെൺകുട്ടി. ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി ശ്രമിക്കുകയും പെട്ടെന്ന് ആ പെൺകുട്ടി തൻ്റെ മകളാണ് എന്ന്, ആ സമയം പ്രസന്റിൽ തനിക്ക് ജനിച്ചിട്ടുള്ള ആ മകളാണ് ഫ്യൂച്ചറിൽ നിന്നോ മറ്റോ ഇവിടേക്ക് വന്നിരിക്കുന്നതെന്ന് ആനന്ദിന് മനസ്സിലാവുകയും ആ പെൺകുട്ടി മരണപ്പെടുകയും ചെയ്യുമ്പോൾ ആനന്ദ് പുറത്തേക്ക് ഇറങ്ങുകയും പെട്ടെന്ന് വർഷങ്ങൾക്ക് മുന്നേ ആ ലൂപ്പിൽ പെട്ടുപോയിട്ടുള്ള രാജാവ് കുതിരയുമായി പുറത്തു വന്നിരിക്കുന്നത് ആനന്ദ് കാണുകയും അതിലൂടെ സിദ്ധാർത്ഥ് പറഞ്ഞിട്ടുള്ള ആ പഴയ കാര്യങ്ങൾ ആനന്ദിന്റെ മനസ്സിലേക്ക് വരികയും ചെയ്യുന്നു. അതായത് ആനന്ദും സ്റ്റീഫൻ ജോർജുമെല്ലാം പുറത്തു കടന്നിട്ടുണ്ടെങ്കിലും ആ ലൂപ്പ് അവസാനിച്ചിട്ടില്ല എന്നും ആ ലൂപ്പ് അവസാനിപ്പിക്കണമെങ്കിൽ സിദ്ധാർത്ഥ് രാജാവിന് അവിടെയുള്ള ആ കാക്കദൈവത്തിന്റെയും ഗോത്രവർഗക്കാരുടെയും കാര്യങ്ങൾ ഒറ്റിക്കൊടുത്തതും അതിലൂടെ രാജാവ് വന്നുകൊണ്ട് അവിടെയുള്ള ജനങ്ങളെല്ലാം കൊന്ന കാര്യവും നടക്കാതിരിക്കണമെന്നും ആ സംഭവം തന്നെ ഇല്ലാതാക്കണമെന്നും ആനന്ദ് മനസ്സിലാക്കുകയും ചെയ്യുന്നു. സോ അതിലൂടെ ഇനിയൊരു 2ാം ഭാഗം വരികയാണെങ്കിൽ ആനന്ദ് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നതായിരിക്കാം നമ്മൾ കാണാൻ പോകുന്നത്. ഇനി ഇവിടെ തന്നെയുള്ള മറ്റൊരു സംശയം, സിദ്ധാർത്ഥിന് ഇത്തരം കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നുവെങ്കിൽ അവിടെ നിന്ന് പുറത്തു കടക്കണമെങ്കിൽ ആ വിഗ്രഹത്തിനെ വലം വെച്ചാൽ മതിയെന്നും ഈ സംഭവങ്ങളെല്ലാം ഇല്ലാതാക്കിയാൽ ഈ ലൂപ്പ് തന്നെ ഇല്ലാതാകും എന്നറിയാമായിരുന്നിട്ടും അയാൾ എന്തുകൊണ്ട് ഇതിനൊന്നും ശ്രമിച്ചില്ല എന്നൊരു ചോദ്യമുണ്ട്. ഒരുപക്ഷെ താൻ കാരണം ഇത്രയും ജനങ്ങൾ ഈ ലൂപ്പിൽ പെട്ടുകിടക്കുന്നത് കൊണ്ട് താൻ അങ്ങനെ പുറത്ത് കടക്കണ്ട എന്നും എല്ലാവരെയും രക്ഷിച്ചതിന് ശേഷം മാത്രം തനിക്ക് പുറത്ത് കടന്നാൽ മതിയെന്നായിരിക്കാം സിദ്ധാർത്ഥ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അയാൾ ഇത്രയും കാലം ഒറ്റയ്ക്ക് പുറത്തേക്ക് കടക്കാനായി ശ്രമിക്കാതിരുന്നത്. കൂടാതെ പണ്ട് നടന്നിട്ടുള്ള ആ സംഭവം ഇല്ലാതാക്കാനും അയാൾ ശ്രമിച്ചിരിക്കാം. എന്നാൽ അതിനും അയാളെ കൊണ്ട് സാധിച്ചിട്ടില്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ അതിന് കഴിയുന്ന ആരെങ്കിലും ആ കാട്ടിൽ വെച്ച് കാണുകയും അവരോട് ഈ സംഭവങ്ങളെല്ലാം പറയുകയും അവർ ആ ഒരു പഴയ സംഭവം ഇല്ലാതാക്കാൻ ശ്രമിക്കട്ടെ എന്നും അതിലൂടെ ഈ ലൂപ്പെല്ലാം ഇല്ലാതാകട്ടെ എന്നും അതുവരെ താൻ കാട്ടിൽ തന്നെ കഴിയാമെന്നും സിദ്ധാർത്ഥ തീരുമാനിച്ചിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇതെല്ലാം അറിഞ്ഞിട്ടും അയാൾ ആ കാട്ടിൽ തന്നെ കഴിയുന്നതായി കാണിച്ചിരിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ ചിത്രം കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഈ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.